إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അർഹമുറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയോടുകൂടി കണ്ട് മുന്നോട്ട് പോകണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാനും അവൻ്റെ മഹനീയമായ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടുവാനും നമ്മേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു വസ്തുവിൻ്റെ നാമം അത് നമ്മൾ പറയുന്നത് ആ വസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാനും അതിനെ വേർതിരിച്ച് പഠിക്കുവാനുമൊക്കെയാണ്. വിശുദ്ധ ഖുർആൻ കൊണ്ടും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, ഗുണവിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പൂർണ്ണതയും അവൻ്റെ വിശേഷണങ്ങളോടുകൂടി അവൻ്റെ സത്തയെ അറിയുക എന്നതുകൂടിയാണ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെ മനസ്സിലാക്കുക എന്നിടത്ത് ഒരു വിശ്വാസിയുടെ ബാധ്യതയായി നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിന് അറബി ഭാഷയിൽ നമ്മൾ പറയുക അസ്മാഉൽ ഹുസ്ന എന്ന്.
നമ്മൾ പറയും എനിക്ക് അസ്മാഉൽ ഹുസ്നയെ അറിയാം, അള്ളാഹുവിൻ്റെ 99 നാമഗുണവിശേഷണങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കത് മുഴുവനും നന്നായി അറിയാമെന്ന് പറയുന്ന ആളുകളെയൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. ഒരു നാമം അസ്മാഉൽ ഹുസ്നയാകാൻ പണ്ഡിതന്മാർ പറയുന്നത് 3 ഷർത്തുകളുണ്ട് എന്ന്. 3 ഷർത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ നാമം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മ് എന്നത് അത് ഉറപ്പിക്കണമെങ്കിൽ 3 ഷർത്തുകളോടുകൂടിയാണ് നമ്മളത് പഠിക്കേണ്ടത്. ഒന്ന്, വിശുദ്ധ ഖുർആന് കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ടതായിരിക്കണം അള്ളാഹുവിൻ്റെ നാമം. 2, അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ഇരക്കപ്പെടണം. 3, ന്യൂനതയുടെ അവസ്ഥയില്ലാത്ത വിധം പരിപൂർണമായ രൂപത്തിൽ ആ നാമം ഉൾക്കൊണ്ടതായിരിക്കണം എന്നുള്ളതാണ്. റബ്ബിന്റെ നാമങ്ങൾ ഒരാൾ ഈ രൂപത്തിൽ അറിഞ്ഞു മനസ്സിലാക്കി അവന്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ നാമങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനോടുള്ള റബ്ബിന്റെ പരിഗണന മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാകുമെന്നുള്ളിടത്താണ് അള്ളാഹുവിന്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളും പഠിക്കാൻ നമ്മൾ നിർബന്ധിതരായിത്തീരുന്നു. വിശുദ്ധമായി ഒരു മനുഷ്യന് ജീവിതത്തിൽ അവന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് പോലും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ സ്വാധീനിക്കപ്പെടുമെന്നാണ്. ഉദാഹരണത്തിന് ബസ്വീർ എന്ന ഒരു നാമം ഒരു മനുഷ്യനെ മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാം കാണുന്നവനെന്നുള്ള ആശയം വരുന്ന ബസ്വീർ എന്ന ആ ഒരു നാമത്തിന് ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുവഴി അവന്റെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളെയും, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, എല്ലാ രംഗങ്ങളെയും കണ്ടറിയുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുകയാണ് ഒരു വിശ്വാസി ചെയ്യുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഠിച്ചു മനസ്സിലാക്കി റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ നാമങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുമെന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്നകളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നകൾ കൊണ്ട് ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അവയെ കൊണ്ട് ദുആ ഇരക്കണം, അല്ലാഹുവിനോട് തേടണം. അപ്പോൾ നമ്മൾ തേടുന്ന പ്രാർത്ഥനകളിൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങൾ കൂടെ കലർത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിയണമെന്നാണ്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അവ കൊണ്ട് പ്രാർത്ഥനയിൽ അല്ലാഹുവിനോട് തേടണം. അസ്മാഉകൾ ഉൾപ്പെടുത്തേണ്ട രൂപത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പെരുമാർ പറയുന്നത് ഫഅലൈനാ അൻ നദ്ഉ ബിഖൈരിയദ് ദുനിയാ വൽ ആഖിറ, നമ്മുടെ മേൽ നിർബന്ധമാകും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ കൊണ്ട് ദുനിയാവിലെയും ആഖിറത്തിലെയും വിഷയങ്ങളുടെ ഖൈറുകൾ തേടുക എന്നത്. വനതഹറ ഔഖാത്തൽ ഇജാബ, അതുപോലെ തന്നെ ഇജാബത്ത് കിട്ടുന്ന, ഉത്തരങ്ങൾ കിട്ടുന്ന, പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സമയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതീക്ഷിച്ചിരുന്ന് അള്ളാഹുവിന്റെ നാമങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് ദുആ ചെയ്യാൻ കഴിയണമെന്നും മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അരുത് എന്ന് പറഞ്ഞ മിൻ അക്ലിൽ ഹറാമി, ഹറാമുകൾ ഭക്ഷിക്കുന്ന വിഷയങ്ങളിൽ നിന്നും വഗൈരിഹി, അതല്ലാത്തതും ഹറാമായ മേഖലയിൽ എൻ്റെ ഭക്ഷണം അത് ഞാൻ കഴിക്കുകയാണ് എങ്കിൽ, എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹറാമായ എന്തെങ്കിലും ഒരു ഭക്ഷണം എൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അവിടെ ഉൾച്ചേർത്തത് കൊണ്ടോ നമ്മൾ റബ്ബിലേക്ക് എത്ര കണ്ട് കൈ ഉയർത്തിയത് കൊണ്ടോ കാര്യമില്ല എന്നുകൂടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മൾ അകന്നു നിൽക്കണം.
ഹറാമായ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന്. വീണ്ടും പറയുന്നത് കാണാം, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകൾ കൊണ്ട് തവസ്സുലാക്കൽ, ഇടത്തേറ്റം നടത്തൽ, അത് ശറഇൽ ഹുക്കുമാക്കപ്പെട്ടതാണ്. വൽ അമലു സ്വാലിഹി ഇൻദ ദുആഇ, അതുപോലെ തന്നെ അമലു സ്വാലിഹാത്തുകളെ കൊണ്ടും ഇൻദ ദുആ, പ്രാർത്ഥനയുടെ വേളകളിൽ നമുക്കിങ്ങനെ അള്ളാഹുവുമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചു. ബൽ ഇന്ന ദാലിക മിൻ അസ്ബാബിൽ ഇജാബ, നമ്മൾ അറിയേണ്ടത് ഇതെല്ലാം ഇജാബത്ത് കിട്ടാനുള്ള കാരണങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന്. അള്ളാഹു ശറആക്കി വെച്ചതാണ്. തവസ്സുലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബേ, ഗഫൂറായ റബ്ബേ, വദൂദായ റബ്ബേ, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് ബോധ്യം വന്നുകൊണ്ട് വഹാബായ റബ്ബേ, അല്ലെ മന്നാനായ റബ്ബേ, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ മനസ്സിലാക്കി എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിയണമെന്നിടത്താണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഇദാ അസ്വാബഹു ഹമ്മിൻ ഔ ഗമ്മിൻ, അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടുകളോ ദുഃഖമോ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. ഖാല, അദ്ദേഹം പറയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹി ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഇങ്ങനെ തുടങ്ങിയുള്ള പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ ഹയ്യുൽ ഖയ്യൂം എന്ന നാമം മുൻനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റൊരാളുമില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നകളുണ്ട്, അള്ളാഹുവിന് നാമഗുണ വിശേഷണങ്ങളുണ്ട്, നല്ലതായ നാമങ്ങളുണ്ട്. റബ്ബിന്റെ ഏകത്വം പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലയെ സ്ഥാപിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലയോട് ചേർത്തിക്കൊണ്ട് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചു. അപ്പോൾ റബ്ബിന്റെ അസ്മാ എല്ലാം ഹുസ്നകളാണ്. റബ്ബിന്റെ അസ്മാകളെല്ലാം ഹുസ്ന എന്ന കാറ്റഗറിയിലാണ് വരിക. അതിന് മോശമായ ഒരു തലമില്ല. അള്ളാഹുവിന്റെ നാമങ്ങളെല്ലാം ഏറ്റവും നല്ല നാമങ്ങളാണ്. ഏതെല്ലാം നാമങ്ങളുണ്ടോ പഠിപ്പിക്കപ്പെട്ടതായ അതെല്ലാം നല്ലതായ ഹുസ്നയായ നാമങ്ങളാണ്. അവ ഏറ്റവും നല്ല അർത്ഥത്തിൽ, ഉത്തമമായ ആശയത്തിൽ, പരിപൂർണ വിശേഷണങ്ങളാൽ കോർത്തിണക്കപ്പെട്ടിട്ടുള്ളവയാണ്. പരിപൂർണമായ വിശേഷണങ്ങളാണ്. അതിനൊരു അപൂർണത ഉണ്ടാവുകയില്ല. നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച്, അല്ലേ, ഇത് അള്ളാഹുവിന് പേരിട്ടാൽ എങ്ങനൊരു പേര് നമ്മൾ വിളിച്ചാലോ അത് തെറ്റാകോ എന്ന് ചിന്തിക്കാൻ പോലും അനുമതിയില്ല എന്നാണ്. അള്ളാഹുവും റസൂലും എവിടെയാണോ പഠിപ്പിച്ചു നിർത്തിയത്, എവിടെയാണോ അള്ളാഹുവും റസൂലും അള്ളാഹുവിനെ കുറിച്ചൊരു നാമം പറഞ്ഞു തന്നത്, അവിടെ എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ കഴിയണമെന്നാണ്. അപ്പൊ റബ്ബിന്റെ നാമങ്ങൾ തൗഖീഫിയ്യ. എന്താണ് തൗഖീഫിയ്യ എന്ന് പറഞ്ഞാൽ? ഖുർആനിലും സുന്നത്തിലും വന്ന പദങ്ങളിലും ആശയങ്ങളിലും പരിമിതപ്പെടുത്തുക എന്നത്. ഖുർആനിലും സുന്നത്തിലുമായി വന്ന പദങ്ങൾ ഏതൊക്കെയാണോ, എനിക്കൊരു പദം കൊണ്ടുവരാൻ പറ്റൂല. അള്ളാഹുവും റസൂലും നസ്സായി പഠിപ്പിച്ച വിശുദ്ധ ഖുർആന് കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും പ്രതിപാദിച്ചതായ ഏതൊരു നാമഗുണ വിശേഷണങ്ങളുണ്ടോ അത് മാത്രമേ ഞാൻ നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന്. ഉദാഹരണത്തിന്, ഒരാൾക്ക് നാമം വിളിക്കുമ്പോൾ അബ്ദുറഹ്മാൻ, അബ്ദുറഹീം എന്നൊക്കെ നമ്മൾ വിളിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷം അബ്ദുള്ള, അള്ളാഹിന്റെ നാമമാണ്. അതിലേക്ക് എന്ത് ചെയ്യാം? അബ്ദു ചേർത്ത് നമുക്ക് വിളിക്കാം. എന്നാൽ അബ്ദു എന്ന പദം ചേർത്ത് ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്ത, സ്ഥിരപ്പെട്ടു വരാത്ത ഒന്നിനെ കൊണ്ട് പേര് വിളിക്കാം. ഇപ്പൊ സത്താർ എന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉള്ളതായ ഹദീസുകളിലില്ല. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞൊരു ആഴ്ചയിൽ ഒരു ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, സിത്തീർ എന്നാണ് അള്ളാഹുവിന്റെ നാമം. അബ്ദു സിത്തീർ എന്ന് വിളിക്കേണ്ടി വരും. സത്താർ എന്നൊരു നാമം അള്ളാഹുവിനില്ല. അതുപോലെ തന്നെ റഷീദ് എന്ന നാമം, റഷീദ് എന്ന നാമം പല ആളുകളും അബ്ദുൾ റഷീദ് എന്ന് പേരുള്ള ആളുകളുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തില്ല? റഷീദ് എന്നൊരു നാമം ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ വിളിക്കപ്പെടാനുള്ള അവസ്ഥയിൽ ഇപ്പൊ അബ്ദു മനാഫ് എന്ന് വിളിക്കാറുണ്ട് ആളുകൾ. അള്ളാഹുവിന് മനാഫ് എന്നൊരു നാമമില്ല. ഇങ്ങനെ വളരെ ഗൗരവത്തിലുള്ള ചില വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൽ പറയാത്ത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നസ്സായി വരാത്ത ഒന്നിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖിഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത ഒന്നിന്റെ പിന്നാലെ നിലനിൽക്കരുത്, അല്ലെങ്കിൽ അതിലേക്ക് നീ പോകരുത്. ഇന്ന സമഅ വൽ ബസറ
വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. ഇതിനൊക്കെ അറിവില്ലാത്ത ഒരു വിഷയം ഇതൊരു പേരിട്ട് അങ്ങനെ വിളിക്കാണ് അള്ളാഹിന്റെ നാമമാണെന്ന് കരുതി അത് പറ്റൂല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും നിന്റെ കേൾവിയും കാഴ്ചയും നിന്റെ ഹൃദയവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ചെല്ലാം നിന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞ ആയത്തിനെ ഇതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ ചേർത്ത് വെച്ചു. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 നാമങ്ങളുണ്ട്. മിഅത്തൻ ഇല്ല വാഹിദ, 100 കുറവ്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാചകമാണ്. ആരെങ്കിലും അതിനെ ക്ലിപ്തപ്പെടുത്തി മനസ്സിലാക്കിയാൽ ദഖലൽ ജന്ന, അവന് സ്വർഗപ്രവേശനമുണ്ട് എന്നാൽ. അതെങ്ങനെയാണ് നമ്മൾ ക്ലിപ്തിപ്പെടുത്തി മനസ്സിലാക്കുക? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വാചകം, അല്ലാഹുവിന്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യൽ ചില മർത്തബകളിലായിക്കൊണ്ടാണ് എന്ന്. അതിന് ചില തർത്തീബുകളുണ്ട്, ചില മർത്തബകളുണ്ട്. ഒന്ന്, എണ്ണി തിട്ടപ്പെടുത്താൻ, അങ്ങനെ തിട്ടപ്പെടുത്തി മനഃപ്പാടമാക്കാൻ ഒരാൾക്ക് കഴിയണം. അള്ളാഹിന്റെ നാമഗുണ വിശേഷണങ്ങളെ പല ആളുകൾ പഠിച്ചിട്ടുണ്ടാവുക. സത്താർ എന്ന നാമവും റഷീദ് എന്ന നാമവും ഒക്കെ പഠിച്ചു വെച്ചേക്കാണ്. ഇതിൽ 99 ഇങ്ങനെ കയറി പോവുകയാണ്. അത് പറ്റൂല എന്നാണ്. നസ്സുൽ സ്ഥിരപ്പെട്ട് കിടക്കണം. അപ്പൊ എണ്ണി തിട്ടപ്പെടുത്തൽ മനഃപ്പാടമാക്കലാണ് ഇഹ്സാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറയുന്നത് അർത്ഥവും നേട്ടവും, അർത്ഥവും തേട്ടവും അറിയലാണ്. അതിന്റെ മഅനയും അറിയണം, അതുകൊണ്ട് എന്താണോ അതിന്റെ തേട്ടം എന്നുള്ളതും അറിയണം. അപ്പൊ വഹാബ് എന്ന നാമത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ മഅന എന്താണ്, അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു തന്നത്, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണമെന്നാണ്. മൂന്നാമതായി അദ്ദേഹം പറയുന്നത്, അവ കൊണ്ട് ദുആ ചെയ്യൽ, ഒരാൾ റബ്ബിന്റെ ഈ വിശേഷണം മനസ്സിലാക്കുന്നു, എന്നിട്ട് അവ കൊണ്ട് റബ്ബിനെ അറിയേണ്ട രൂപത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ പ്രാർത്ഥനകൾ ഉരുവിടേണ്ടത് എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, ചില മനുഷ്യന്മാരുണ്ട് അള്ളാഹിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയില്ല. അള്ളാഹുവിനെ പരിഗണിക്കേണ്ടതുപോലെ പഠിക്കാതെയും മനസ്സിലാക്കി എനിക്ക് പടച്ചവനെയൊക്കെ അറിയാം എന്ന രൂപത്തിൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരായി നമ്മൾ മാറാൻ പാടില്ല. അപ്പോ റബ്ബിനെ അറിയേണ്ട രൂപത്തിൽ അവന്റെ നാമഗുണ വിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള അറിയൽ കൊണ്ട് മാത്രമേ നമ്മൾ ദുആ എന്ത് ചെയ്യുള്ളൂ, മേലോട്ട് ഉയരുള്ളൂ. അങ്ങനെ ദുആ ചെയ്യാൻ കഴിയും. അവ പരിഗണിക്കുക എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ടെന്ത് ചെയ്യൂല, ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരിഗണിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നിരാശപ്പെടുത്തുകയില്ല എന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പ്രധാനമായി നമ്മൾ അറിയേണ്ടത് മറ്റൊരു കാര്യം എന്നത്, റബ്ബിന്റെ നാമങ്ങൾ 99 എന്നത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കരുതരുത്. അള്ളാഹുവിന് 99 മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, കരുതാൻ പാടില്ല എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങൾ 99 ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടില്ല. റബ്ബിന്റെ ഗൈബിയായ അദൃശ്യ ലോകത്ത് അവൻ സ്വീകരിച്ച അവന്റെ നാമങ്ങളോട് നമുക്കറിയൂല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് കാണാം. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൻസൽതഹു മിൻ കിതാബിക ഔ ഇസ്തഅസർത ബിഹി ഇൽമിൽ ഗൈബി ഇൻദിക. ഇവിടെ ഇൽമിൽ ഗൈബ് എന്ന് പറയുന്നത് ഈ നാമഗുണ വിശേഷണങ്ങൾ ഗൈബിയായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉണ്ട് എന്ന കാര്യത്തെ കുറിക്കുന്നു എന്ന്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, അല്ലാഹുവേ നിനക്കുള്ള എല്ലാ നാമങ്ങളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സമ്മൈത ബിഹി നഫ്സക, നീ വിളിച്ചതായ നിന്റെ നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽപ്പെട്ട മലക്കുകൾക്കോ പ്രവാചകന്മാർക്കോ നീ പഠിപ്പിച്ചു കൊടുത്തതായ നിന്റെ നാമഗുണ വിശേഷണങ്ങൾ. ഔ അൻസൽതഹു മിൻ കിതാബിക, അതല്ലെങ്കിൽ നിന്റെ കിതാബുകളിൽ വന്നതായ നിന്റെ നാമഗുണ വിശേഷണങ്ങൾ. ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദിക, അല്ലെങ്കിൽ ഇൽമിൽ ഗൈബിയായി അദൃശ്യജ്ഞാനമായി പ്രത്യേകമാക്കിയ നിന്റെ നാമഗുണ വിശേഷണങ്ങൾ. അപ്പൊ അവിടെ 99 എന്ന ഹദ്
അതിനെന്ത് ചെയ്യുന്നു, മുറിച്ച് കടക്കുന്നു എന്നുള്ളതാണ്. അത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കടന്നുപോയി. 99-നേക്കാളേറെ അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്നതേ പടച്ചോൻ എന്ത് ചെയ്യുള്ളൂ, ദുനിയാവിൽ തരുള്ളൂ. അപ്പൊ നമുക്ക് 99 നാമഗുണ വിശേഷങ്ങൾ പഠിക്കുക എന്നത് തന്നെ ശ്രമകരമായ കാര്യമാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു ഇസ്മ എടുത്താൽ തന്നെ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ തന്നെ അത്യാവശ്യം സമയമെടുക്കുന്നതാണ്. അപ്പോൾ ഇഹ്സാ ചെയ്താൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും അതിൻ്റെ ഉന്നതിയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, അള്ളാഹുവിന്റെ സത്ത മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യന് അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ കഴിയുക എന്നതാണ് അവിടെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുവിന്റെ നാമങ്ങൾ പരിമിതപ്പെടുത്തിയതല്ല എന്നതാണെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ ഇജ്മാ ആയ അഭിപ്രായമെന്നാണ്. 99 നാമങ്ങൾ പ്രതിപാദിച്ച ഹദീസ്, ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഈ ഹദീസ് അള്ളാഹുവിന്റെ നാമങ്ങൾ പരിമിതപ്പെടുത്തിയതല്ല എന്നതിൽ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമുണ്ട്, ഇജ്മാ ഉണ്ട് എന്നാണ്. അപ്പൊ റബ്ബിന്റെ നാമങ്ങൾ എന്നത് വ്യത്യസ്ത രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം, മനസ്സിലാക്കണം. ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കുക വഴിയേ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമുക്ക് തിരിച്ചറിയാനും കൂടുതലായിട്ട് അറിയാനും ഒക്കെ കഴിയും. ഹൃദയത്തിന്റെ തേട്ടത്തിന്റെ വേഗത കൂടും. ഒരു നാമം നമ്മൾ പഠിച്ച അടുത്ത നാമം എന്താണെന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിരിഞ്ഞു വരും. ഹൃദയത്തിന്റെ തേട്ടത്തിന് വേഗത കൂടും. അതോടൊപ്പം അവനോടുള്ള സ്നേഹം, അവനോടുള്ള ഹുബ്ബ്, അള്ളാഹിനോടുള്ള ഇഷ്ടം അത് ആഴമേറിയതാകും. വീണ്ടും പഠിക്കാനുള്ള, ആ റബ്ബിനെ കുറിച്ച് അറിയാനുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹം അത് ആഴത്തിലുള്ളതാകുമെന്നാണ്. അതുപോലെ തന്നെ അവനെ അറിയാനുള്ള നിമിഷങ്ങൾ ഒരു കാരണവശാലും പാഴാക്കുകയില്ല എന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പടച്ചോനെ മനസ്സിലാക്കുന്ന ആള്, അയാൾക്ക് ബാങ്ക് കേട്ടാൽ അയാൾക്ക് പള്ളിയിലെത്താൻ തോന്നും. അയാൾക്ക് ബാങ്ക് കേട്ടാൽ ആ പള്ളിയിൽ വരാൻ തോന്നും. കാര്യം അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം അവന്റെ മനസ്സിലുണ്ട് എന്നാണ്. അടുത്ത ഒരു നിമിഷം, അടുത്ത ഒരു വക്കത്തിൽ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇബാദത്തുകളുടെ ഏറ്റവും ധന്യത ഉണ്ടാകുന്നത് എന്നാണ്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റും. ഇപ്പൊ ഒരു രോഗിയായി കിടക്കുന്ന ആൾ പോലും ചിലപ്പോൾ അയാൾ ഇഴഞ്ഞിട്ടെങ്കിലും മുട്ടിലിഴഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യും, പള്ളിയിലെത്താൻ വേണ്ടി. കാരണം അത്ര കണ്ട് പള്ളിയുമായിട്ട് അയാൾക്ക് ഹുബ്ബുള്ളത് കൊണ്ടാണ്, ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പൊ റബ്ബിനെ തിരിച്ചറിയുന്ന ഒരാൾക്ക്, ഇതുപോലെ അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ പഠിക്കുന്ന ഒരാൾക്കും അള്ളാഹിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹവും ഇഷ്ടവും ഒക്കെ വർദ്ധിച്ചു വരുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ നാമഗുണവിശേഷണങ്ങൾ പഠിക്കുക വഴി നമുക്കുണ്ടാകും. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണങ്ങൾ പഠിക്കുക വഴി നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അത് നമുക്ക് മാറിക്കിട്ടുമെന്നാണ്. ഇരവുകൾ അല്ലെ, നമ്മുടെ രാവുകളെ നമ്മൾ പകലുകളാക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കുന്ന ഒരാള്, മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഞാൻ ഒഴിഞ്ഞിരുന്നാൽ എൻ്റെ റബ്ബ് എന്നെ കൂടുതൽ പരിഗണിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ റബ്ബിൽ കരമുയർത്തി റബ്ബിന്റെ നാമങ്ങൾ ഉരുവിട്ട് അള്ളാഹുവിലേക്ക് തവസ്സുലാക്കും. ഇന്ന പ്രയാസങ്ങളുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, കുടുംബത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, കച്ചവടത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെ, എൻ്റെ മക്കൾക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്. റബ്ബേ, അള്ളാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ ഉരുവിട്ടിട്ട് അയാൾ ആത്മാർത്ഥമായിട്ട് ഈ റബ്ബിനോട് ദുആ ചെയ്യാൻ വേണ്ടി സമയം കിട്ടും. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് നമ്മുടെ ഹാജത്തുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ റബ്ബിനോട് നമുക്ക് പറയാൻ നമുക്ക് കഴിയും അല്ലെ. കണ്ണീരിങ്ങനെ കൈകളിലേക്ക് വീഴും അല്ലെ, മുസല്ലകൾ നനയും, പ്രാർത്ഥനാ നിരപരമായി നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ കഴിയും നമ്മുടെ രാവുകളിൽ. അങ്ങനെ നമുക്ക് റബ്ബിനെ ഇഷ്ടത്തോടു കൂടി കണ്ടുമുട്ടുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ വേളയിൽ പോലും രാത്രി നമസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണാൻ പറ്റും അല്ലെ, ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കണത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്താൽ മതി, പക്ഷെ രാവുകളിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് സ്വഹാബത്ത് കാണുന്നുണ്ട് എന്നാണ്. എന്താ കാര്യം? റബ്ബിനോട് കൂടുതൽ അടുക്കും തോറും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവ് ഒരാൾക്ക് വർദ്ധിക്കും തോറും റബ്ബുമായുള്ള അടുപ്പം വർദ്ധിക്കുക വഴി അവനോടുള്ള സ്നേഹവും റബ്ബിന്റെ പരിഗണനയും കിട്ടുമെന്നുള്ള പ്രതീക്ഷകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായത്. അല്ലാഹുവ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദു ഫിൽ അർദി അബദ എന്ന. അല്ലാഹുവേ, ഈ ഒരു കുഞ്ഞു സംഘം ഇതെങ്ങാനും ഇവിടെ വെച്ച് നശിച്ചു പോയാൽ
നീ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന്റെ വേളയിൽ രാവിലെ ഇരുന്ന് റബ്ബിനോട് തേടുന്നത്. അപ്പോൾ ഒരിക്കലും ആ മടുക്കാത്ത രാവുകളായി നമുക്കത് മാറും, അല്ലേ? റബ്ബിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക്, റബ്ബിന്റെ അസ്മാകൾ തിരിച്ചറിയുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നാമങ്ങൾ കൊണ്ട് രാവുകളിൽ തേടാൻ കഴിയും. അപ്പൊ നമ്മൾ പലപ്പോഴും ആ പടപ്പുകളെ കൊണ്ടാണ് ആശ്രയങ്ങൾ, അല്ലെ? റബ്ബിലേക്ക് പോലും എത്താൻ വേണ്ടിയിട്ട് മീഡിയേറ്റർമാർ വെക്കുന്ന ആളുകളെ കാണാൻ പറ്റും, റബ്ബല്ലാത്ത ആളുകളെ വെക്കുന്ന ആളുകളെ കാണാം. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. അള്ളാഹുവിനോട് നമുക്ക് എന്ത് ചെയ്യാം? തേടാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ നാമങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അള്ളാഹിന്റെ നാമങ്ങളോട് തന്നെ തവസ്സുലാക്കി നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. അതിന് വേറൊരാളെ മധ്യവർത്തിയാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് റബ്ബിനോട് എന്ത് ചെയ്യാം? അത് നമുക്ക് തേടാം. ഇന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ, നിന്റെ തൃപ്തിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് തേടാം. ഇതൊക്കെ അനുവദിക്കപ്പെട്ടത്. എന്നാൽ വേറൊരാളെ ഹക്കെടുത്ത്, വേറൊരാളുടെ ജാഹെടുത്ത്, വേറൊരാളുടെ ബറക്കത്തെടുത്ത് അങ്ങനെ തേടാൻ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, നമ്മളെ പഠിപ്പിക്കണില്ല എന്ന്. അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന്. അപ്പൊ ഹൃദയം നമ്മൾ റബ്ബിലേക്ക് തുറന്നു വെക്കണം. അള്ളാഹിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ റബ്ബിനോട് തേടി നോക്ക്. ഹറാമ് ഭക്ഷിക്കാതെയും ഹറാം എടുക്കാതെയും ഒക്കെ നമ്മൾ റബ്ബിനോട് തേടിയാൽ തീർച്ചയായും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കുമെന്നാണ്. അപ്പൊ പാപക്കറകൾ പുരണ്ട കൈകൾ, ആ കൈകൾക്ക് തൗബയുടെ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരുമെന്നാണ്. അതുപോലെ തന്നെ പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും നടുവിൽ വനിയായ റബ്ബിനെ, റഹ്മാനായ റബ്ബിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളിടത്താണ് ഒരു വിശ്വാസിയുടെ റബ്ബിനെ കുറിച്ചുള്ള അറിവ് എന്നത്. മാരകമായ രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും വേദനയുടെ അവസ്ഥയിൽ ഷാഫിയായ റബ്ബിനെ ഒരു വിശ്വാസിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഏതേത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അള്ളാഹിന്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുക വഴി ഒരു വിശ്വാസിക്ക് കഴിയുമെന്നുള്ളിടത്താണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളെ അങ്ങനെ അത്ര കണ്ട് ഗൗരവത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ അല്ലാഹു റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അബദുകളിൽ, ദാസന്മാരിൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മുൽ അഅ്ലം, ഏറ്റവും മഹത്വമുള്ള നാമം എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും മഹത്വമുള്ള അള്ളാഹുവിന്റെ നാമം ഏതാണ് എന്ന് ചോദിച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിന്റെ മഹത്വമുള്ള നാമം എന്ന് പറയുന്നത് അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് ആരെങ്കിലും ദുആ ചെയ്താൽ അവന് ഇജാബത്ത് കിട്ടുമെന്ന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയും, ഫീ സുവരിൻ സലാസിൻ, 3 സൂറത്തുകളിൽ അത് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ബഖറ വ ആലു ഇമ്രാൻ വ ത്വാഹ, സൂറത്ത് ത്വാഹയിലും ആലു ഇമ്രാനിലും സൂറത്തുൽ ബഖറയിലും ഈ നാമം നമുക്ക് കാണാൻ കഴിയും. 3 സൂറത്തുകളിൽ പ്രതിപാദിച്ച ഇസ്മുൽ അഅ്ലം കൊണ്ട് അങ്ങനെ ആരെങ്കിലും ദുആ ചെയ്താൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് കൊടുക്കുമെന്നാണ് അള്ളാഹിന്റെ ഹബീബ് ഇവിടെ പഠിപ്പിക്കുന്നത്. അബൂ ഉമാമയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച അൽ ഖാസിം ബിൻ അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഹാദാ അൽ ഹയ്യുൽ ഖയ്യൂം, ഈ നാമം എന്നത്, ഈ ഗുണവിശേഷണം എന്നത് അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, അപ്പോൾ എനിക്ക് മനസ്സിലായി സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ഞാൻ കണ്ടു. വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നു,
സൂറത്ത് ആലി ഇമ്രാനിന്റെ ആദ്യ ഭാഗത്ത് 2-ാമത്തെ വചനത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ഞാൻ കണ്ടു. അതുപോലെ തന്നെ സൂറത്തു ത്വാഹയിലെ വഅനത്തിൽ വുജൂഹ് എന്ന് തുടങ്ങുന്ന 111-ാമത്തെ ആയത്തിലും അൽ ഹയ്യുൽ ഖയ്യൂം എന്ന നാമം ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇവിടെ അൽ ഹയ്യുൽ ഖയ്യൂമിനെ സംബന്ധിച്ച് ചർച്ചകൾ വരുമ്പോഴും മറ്റു പല നാമങ്ങളെയും അള്ളാഹു എന്ന ജലാലത്തിന്റെ നാമമാണ് ഏറ്റവും അഅലമായ നാമം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുൽ ജലാലി വൽ ഇക്റാം എന്ന നാമത്തിനെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും പ്രിയമുള്ളവരെ, ഈ നാമങ്ങളൊക്കെ മനസ്സിലാക്കി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എനിക്ക് നിങ്ങൾക്കും തേടാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇജാബത്ത് നൽകുന്ന, അവൻ ഉത്തരം നൽകുന്ന, അവന്റെ മഹത്വമുള്ള നാമങ്ങളാണ് ഇവയെല്ലാം നമ്മൾ തിരിച്ചറിയുക വഴിയാണ് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുക. അങ്ങനെ അള്ളാഹുവിന്റെ ഓരോ അസ്മാഅകളും സിഫാത്തുകളും നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ നാമഗുണവിശേഷണങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ച് തവസ്സുലാക്കി നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹത്തോടു കൂടി പഠിച്ചു മനസ്സിലാക്കി വേണം നമ്മൾ ദുആ ചെയ്യാൻ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, അറിവുകേടുകൾ കൊണ്ട് സംഭവിച്ചു പോയതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവെ നീ പുറത്തു മാപ്പാക്കണം റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കുടുംബത്തിലും അതുപോലെ തന്നെ നാട്ടിലുമൊക്കെ ധാരാളം മനുഷ്യന്മാരുണ്ട്. അവർക്കെല്ലാം നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.